ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിഷ തീർത്ഥം യൂട്യൂബ് ചാനലിലേക്ക് ജ്യോതിഷത്തിൽ വിശ്വാസവും താല്പര്യമുള്ള ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കുംഭക്കൂറിൽ ജനിച്ചവർക്ക് മെയ് മാസം അവസാന പകുതിയിൽ അനുഭവിക്കാൻ ഇടയുള്ള ചാരഫലം എങ്ങനെയാണെന്ന് പരിശോധിക്കാം. അവിട്ടം പകുതി, ചതയം, പൂരട്ടാതി, മുക്കാല് എന്നീ നക്ഷത്രങ്ങളാണ് കുംഭക്കൂറിൽ ഉൾപ്പെടുന്നത്. ആദ്യമായി ഗ്രഹസ്ഥിതി പരിശോധിക്കാം. സൂര്യൻ ഇടവം രാശിയിൽ സ്ഥിതി ചെയ്യുന്നു. ചൊവ്വ മേടൻ രാശിയിലും, ബുധൻ 29 തീയതി വരെ ഇടവം രാശിയിലും അതിനുശേഷം മിഥുനം രാശിയിലും സ്ഥിതി ചെയ്യുന്നു. വ്യാഴവും ശുക്രനും മിഥുനം രാശിയിൽ സ്ഥിതി ചെയ്യുന്നു. ശനി മീനൻ രാശിയിൽ സ്ഥിതി ചെയ്യുന്നു. രാഹു കുംഭൻ രാശിയിലും കേതു ചിങ്ങൻ രാശിയിലും സ്ഥിതി ചെയ്യുന്നു. ഇതാണ് പ്രധാന ഗ്രഹസ്ഥിതി. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് മെയ് മാസത്തിന്റെ അവസാന പകുതിയിൽ സൂര്യൻ സ്ഥിതി ചെയ്യുന്നത് 4-ാം ഭാവത്തിലാണ്. 4-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന സൂര്യന്റെ ചാരഫലം അനുകൂലമല്ല. സുഖാനുഭവങ്ങൾ കുറയുവാൻ സൂര്യന്റെ 4-ാം ഭാവസ്ഥിതി കാരണമാകും. പ്രത്യേകിച്ചും ദാമ്പത്യ സുഖത്തിൽ ഒരു കുറവ് അനുഭവപ്പെടാൻ ഇടയുണ്ട്. സ്ത്രീക്കും പുരുഷനും സംഭോഗ സുഖം കുറയുവാൻ സൂര്യന്റെ 4-ാം ഭാവസ്ഥിതി കാരണമാകും. അതുപോലെ തന്നെ ചില രോഗഭയം ഉണ്ടാകുവാനും സൂര്യന്റെ 4-ാം ഭാവസ്ഥിതി കാരണമാകും. എന്നാൽ 3-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ചൊവ്വ ധാരാളം ഗുണഫലങ്ങൾ ഈ കൂറുകാർക്ക് നൽകും. ധാതുദ്രവ്യങ്ങളിൽ നിന്ന് വലിയ ധനാഗമം ഈ കൂറിൽപ്പെട്ടവർക്ക് പ്രതീക്ഷിക്കാം. കച്ചവടക്കാർക്കും വ്യാപാരികൾക്കും ഒക്കെ അനുകൂലമായ സമയമാണ്. കൃഷിക്കാർക്ക് കൃഷിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നതിലുപരി വിളവ് ലഭിക്കുകയും അത് സാമ്പത്തിക നില കൂടുതൽ മെച്ചപ്പെടുത്തുകയും ചെയ്യും. സുബ്രഹ്മണ്യ പ്രീതി ഈ കൂറുകാർക്ക് കൂടുതലായി അനുഭവപ്പെടുന്ന സമയമാണ് മെയ് മാസത്തിന്റെ അവസാന പകുതി. 3-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ചൊവ്വ സുബ്രഹ്മണ്യ പ്രീതിക്ക് കാരണമാകും. സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ അനുകൂല ഫലം ലഭിക്കും. ശത്രുനാശവും ഇവർക്ക് ചൊവ്വയുടെ 3-ാം ഭാവസ്ഥിതി മൂലം അനുഭവപ്പെടും. അസൂയാലുക്കളായ ആളുകൾ ഈ കൂറിൽപ്പെട്ടവർക്ക് എതിരെ നടത്തുന്ന ദുഷ്ടകർമ്മങ്ങളൊക്കെ അവസാനിപ്പിക്കുകയും എല്ലാവരും ഈ കൂറുകാരെ സഹായിക്കാൻ തയ്യാറാവുകയും ചെയ്യും. മറ്റുള്ളവരുടെ ശത്രുത മൂലം ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും അനുഭവിച്ചു വന്ന ഈ കൂറുകാർക്ക് അതൊക്കെ പെട്ടെന്ന് വിട്ടൊഴിഞ്ഞ് ശാന്തിയും സമാധാനവും ജീവിത വിജയവും അനുഭവപ്പെടും. 4-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ബുധനും ഇവർക്ക് അനുകൂലമാണ്. ധനാഗവുമാണ് 4-ാം ഭാവത്തിലെ ബുധന്റെ പ്രധാന ചാരഫലം. സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു വന്ന ഈ കൂറുകാർക്ക് അതെല്ലാം പരിഹരിച്ച് മെച്ചപ്പെട്ട സാമ്പത്തിക സ്ഥിതി കൈവരിക്കാൻ സാധിക്കും. നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന കച്ചവട സ്ഥാപനവും വ്യവസായ സ്ഥാപനവും ഒക്കെ കൂടുതൽ ഉൽപാദന ക്ഷമതയോടെ പ്രവർത്തിക്കുകയും അതിൽ നിന്നും കൂടുതൽ ലാഭം ലഭിക്കുകയും ചെയ്യും. സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഒക്കെ വലിയ അഭിവൃദ്ധി ഈ മാസം അവസാനം അനുഭവപ്പെടും. കുടുംബത്തിൽ അനൈക്യം ഉള്ളത് പെട്ടെന്ന് തന്നെ ഇല്ലാതാവും. കുടുംബാംഗങ്ങൾ തമ്മിൽ നിലനിൽക്കുന്ന അനൈക്യം ഇല്ലാതാവുകയും ഐക്യത്തോടെ എല്ലാവരും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിന്റെ ഫലമായി കുടുംബത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും കൂടുതലായി അനുഭവപ്പെടും. അതുപോലെ തങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടുതൽ അഭിവൃദ്ധി അനുഭവപ്പെടുന്ന സമയമാണ് ഈ മാസത്തിന്റെ അവസാന പകുതി. 29-ാം തീയതി ബുധൻ 5-ാം ഭാവത്തിലേക്ക് മാറും. 5-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ബുധന്റെ ചാരഫലം അനുകൂലമല്ല. കുടുംബത്തില് ഭാര്യ സന്താനങ്ങളുമായി കലഹമുണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ കുടുംബാംഗങ്ങളുമായി ഇടപെടുമ്പോഴും ആശയവിനിമയം നടത്തുമ്പോഴും പ്രത്യേകമായി ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. 5-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴമാണ് ഈ കൂറുകാരെ സംബന്ധിച്ച് കൂടുതൽ ഭാഗ്യാനുഭവങ്ങൾ നൽകുന്നത്. 5-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴവും സാമ്പത്തിക ലാഭം ഇവർക്ക് നൽകുന്നു. വിവിധ മേഖലയിൽ നിന്നും അപ്രതീക്ഷിതമായി സാമ്പത്തിക നേട്ടം ഇവർക്ക് കൈവരും. ഇതുവരെ കടബാധ്യത അനുഭവിച്ചു വന്ന ഈ കൂറുകാർക്ക് അതെല്ലാം പരിഹരിക്കുവാനും മെച്ചപ്പെട്ട സാമ്പത്തിക നില
കൈവരിക്കുവാനും സാധിക്കും. വളരെ കാലമായി കിട്ടുവാനുള്ള പണം നിഷ്പ്രയാസം തിരികെ ലഭിക്കുന്നതാണ്. സാമ്പത്തിക ആനുകൂല്യങ്ങളും സഹായങ്ങളും ഒക്കെ ലഭിക്കാനുള്ളത് വളരെ പെട്ടെന്ന് തന്നെ ലഭിക്കും. നഷ്ടത്തിൽ കലാശിച്ച കർമ്മരംഗം ലാഭത്തിലേക്ക് മാറുന്നതാണ്. ക്രയവിക്രയങ്ങളിലൂടെ സാമ്പത്തിക നേട്ടം ഇവർക്ക് കൈവരും. സന്താന സിദ്ധിയും സന്താന ഗുണവും 5-ാം ഭാവത്തിൽ ചെയ്യുന്ന വ്യാഴം ഈ കൂറുകാർക്ക് നൽകും. വളരെ കാലമായി സന്താന ദുരിതം അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്നും മോചനം പ്രതീക്ഷിക്കാം. ബന്ധുഗുണവും 5-ാം ഭാവത്തിലെ വ്യാഴത്തിന്റെ ചാരഫലമാണ്. ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ധാരാളം സഹായം പ്രതീക്ഷിക്കാം. സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും നിർലോഭമായ സഹായവും സഹകരണവും ജീവിതത്തിൽ പല മേഖലയിലും ഉയർച്ച ഉണ്ടാകുന്നതിന് ഈ കൂറുകാരെ സഹായിക്കും. അതുപോലെ തന്നെ ഗുരുജനങ്ങൾക്ക് സന്തോഷകരമായ പല കർമ്മങ്ങളും ചെയ്യുവാൻ ഈ കൂറിൽപ്പെട്ടവർക്ക് അവസരം ഉണ്ടാകും. ഗുരുജനങ്ങളുടെ പ്രീതിയും സന്തോഷവും ഈ കൂറിൽപ്പെട്ടവർക്ക് ഒരു അനുഗ്രഹമായി മാറുകയും അത് ജീവിതത്തിൽ അപ്രതീക്ഷിതമായ വിജയങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. 2-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശനി ഇവർക്ക് അനുകൂലമല്ല. 2-ാം ഭാവത്തിലെ ശനിയുടെ ചാരഫലം അനുസരിച്ച് സ്വജന വിരോധം ഇവർക്ക് കൂടുതലായി അനുഭവപ്പെടും. കുടുംബക്കാരും സ്വന്തക്കാരുമായി കലഹത്തിൽ ഏർപ്പെടുവാൻ സാധ്യത ഉള്ളതിനാൽ കുടുംബകാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഭാര്യ പുത്രാദികളുമായി വിയോഗം ഉണ്ടായി ദൂരദേശത്ത് താമസിക്കുവാനും കാരണം ആയേക്കാം. പല വിധത്തിലുള്ള ദുഃഖ ദുരിതങ്ങൾ 2-ാം ഭാവത്തിലെ ശനിയുടെ സ്ഥിതി മൂലം ഈ കൂറുകാർക്ക് അനുഭവത്തിൽ വരാൻ സാധ്യതയുണ്ട്. പല അവസരത്തിലും അസത്യങ്ങൾ പറയേണ്ടതായി വരും. സത്യസന്ധമായി കാര്യങ്ങൾ പറയാൻ കഴിയാത്ത അവസ്ഥ സംജാതമാകുകയും അവിടെ പിടിച്ചു നിൽക്കുവാൻ കുറ്റബോധത്തോടു കൂടി തന്നെ അസത്യങ്ങൾ പറയേണ്ടതായും വരും. ബന്ധുനാശത്തിനും ദൂരദേശ ഗമനത്തിനും സാധ്യതയുണ്ട്. അതുപോലെ സന്താനാദി സ്വന്തം ജനങ്ങളുമായിട്ട് വേർപെട്ട് കഴിയുവാനുള്ള അവസ്ഥയും വന്നു ചേരാൻ ഇടയുണ്ട്. സാമ്പത്തിക രംഗത്ത് ധനനഷ്ടം സംഭവിക്കാൻ ലഗ്നഭാവത്തിലെ രാഹു കാരണമാകും എന്നതിനാൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ പ്രത്യേകം ജാഗ്രത കാണിക്കണം. കൂടുതൽ സാമ്പത്തിക ബാധ്യത വരുന്ന പദ്ധതികൾ ആവിഷ്കരിക്കാനോ അത് നടപ്പിലാക്കുവാനോ ഈ മാസത്തിന്റെ അവസാനത്തിൽ തുനിയാതിരിക്കുന്നത് ഉത്തമമാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ മുതിർന്നവരുടെയും അനുഭവ സമ്പത്തുള്ളവരുടെയും അഭിപ്രായങ്ങൾ തേടുന്നത് ഉത്തമമായിരിക്കും. 7-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന കേതുവും അനുകൂല ഫലമല്ല നൽകുന്നത്. ഉദരരോഗത്തിനും നേത്രരോഗത്തിനും 7-ാം ഭാവത്തിലെ കേതുവിന്റെ സ്ഥിതി കാരണമായേക്കാം. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാനും വേർപാട് അനുഭവപ്പെടാനും സാധ്യതയുള്ളതിനാൽ കൂടുതൽ ശ്രദ്ധയോടുകൂടി ദമ്പതിമാര് പരസ്പരം പെരുമാറുന്നത് കൂടുതൽ സഹായകമായിരിക്കും. 3-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ചൊവ്വയും 4-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ബുധനും 5-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴവും 5-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുക്രനും ഈ കൂറുകാരെ സംബന്ധിച്ച് വലിയ ഗുണഫലങ്ങളാണ് നൽകുന്നത്. ഈ ഗ്രഹങ്ങളെല്ലാം വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാക്കുവാൻ ഈ കൂറുകാരെ സഹായിക്കും. ഭാഗ്യാനുഭവങ്ങൾ കൂടുതൽ അനുഭവപ്പെടുമ്പോൾ തന്നെ 4-ാം ഭാവത്തിലെ സൂര്യനും 29-ാം തീയതി മുതൽ 5-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ബുധനും 2-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശനിയും അതുപോലെ ലഗ്നത്തിൽ നിൽക്കുന്ന രാഹുവും 7-ാം ഭാവത്തിലെ കേതുവും അനുകൂല ഫലങ്ങളല്ല നൽകുന്നത്. ഈ ഗ്രഹങ്ങളുടെ അനിഷ്ട ഭാവസ്ഥിതി മൂലം ഉണ്ടാകാൻ സാധ്യതയുള്ള ദോഷഫലങ്ങൾ ഇല്ലാതാക്കിയാൽ ഈ കൂറുകാരെ സംബന്ധിച്ച് ഈ മാസത്തിന്റെ അവസാന പകുതി കൂടുതൽ ഭാഗ്യാനുഭവങ്ങൾ അനുഭവപ്പെടുന്നതാണ്. സൂര്യന്റെയും ശനിയുടെയും രാഹുവിന്റെയും അനിഷ്ടസ്ഥിതി മൂലമുള്ള ദോഷങ്ങൾ ഇല്ലാതാക്കുവാൻ മഹാദേവന് ധാര കഴിച്ച് പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ്. അതുപോലെ 29-ാം തീയതി മുതൽ 3 ദിവസത്തേക്ക് 5-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ബുധന്റെ അനിഷ്ടഭാവസ്ഥിതി മൂലം ഉള്ള ദോഷങ്ങൾ ഇല്ലാതാക്കുവാൻ അവതാര വിഷ്ണുവിന് വഴിപാടുകൾ കഴിച്ച് പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ്.
കേതുവിന്റെ 7ാം ഭാവസ്ഥിതി മൂലമുണ്ടാകുന്ന ദോഷഫലങ്ങൾ ഇല്ലാതാക്കുവാൻ ഗണപതി ഭഗവാന് കറുകമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് സഹായിക്കും. പ്രാർത്ഥനയും വഴിപാടുകളുമായി മുന്നോട്ട് പോകുന്ന ഈ കൂറുകാർക്ക് ഈ മാസത്തിന്റെ അവസാനം ദോഷഫലങ്ങൾ കാര്യമായി അനുഭവപ്പെടാതെ ധാരാളം ഗുണഫലങ്ങൾ അനുഭവത്തിൽ വരും എന്നതിൽ സംശയമില്ല. ഈ കൂറുകാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ ഇടയാകട്ടെ എന്ന് മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു. ശംഭോ മഹാദേവ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓൺലൈൻ കൺസൾട്ടേഷനായി എൻ്റെ വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക. നന്ദി, നമസ്കാരം.